നിങ്ങളെല്ലാവരും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കൊള്ളുന്നവരാണ്. അതെ, നമ്മൾ സാധാരണക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. നമുക്ക് വലിയ വലിയ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ ദൈവം തരുമായിരിക്കും, തരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മുന്നോട്ടുള്ള ജീവിതമൊന്നും നമുക്ക് ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ചെറിയ സന്തോഷങ്ങളുണ്ടായാലും നമ്മൾ അതിൽ ആനന്ദം കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് നാളേക്ക് എന്തെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന കാര്യത്തിലായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരുപാട് ചിന്തിച്ച് ആവലാതിപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനും നവമി എപ്പോഴും വീട്ടിലിരിക്കുന്ന പ്രകൃതമാണ്. അപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ ആൻറ്റിയുടെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ പക്ഷേ വീഡിയോ ചതിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നല്ല ഇടി മഴയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ പുറത്തോട്ട് പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാതെ പോയി. എങ്കിലും ആൻറ്റിയുടെ വീട്ടിലൊക്കെ പോയപ്പോൾ നമുക്കൊരു സന്തോഷമാണെന്ന് പറയാം കേട്ടോ. ഞാനും അമ്മയും നവമിയും ചേട്ടനും കൂടെയാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കുഞ്ഞു സ്ഥലമാണ്. ഈ ഒരു ചെറിയ വീടും കുറച്ച് സ്ഥലവും മിറ്റവും സ്ഥലവും മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മുറ്റത്തും എന്തൊക്കെ വെച്ച് പിടിപ്പിക്കാമോ അതെല്ലാം ആൻറ്റി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു കൊച്ചു മിടുക്കിയും കൂടെ ഉണ്ട് കേട്ടോ. ആ മിടുക്കിയുടെ കലാവിരുതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. കുറേ കളർ പേപ്പേഴ്സ് വെച്ചിട്ട് റോസാപ്പൂക്കൾ, അതുപോലെ തന്നെ സ്റ്റാർ, അങ്ങനെ പലതരം പൂക്കൾ, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതാണ് ഞാൻ ഈ കാണിച്ചത്. ആ കഴിവും കൂടെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടാൻ പ്രത്യേകം മറന്നു പോകരുത് കേട്ടോ. ആളുണ്ടാക്കിയതാണ് ഇതെല്ലാം. പക്ഷേ ആൾ ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് വരുമോ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ ചെന്നിട്ട് തന്നെ മുറിക്കകത്ത് അടച്ചിരിക്കുമായിരുന്നു. അതുപോലെ ഭയങ്കര നാണമാണ്. ആളെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞൊന്നുമല്ല, എങ്കിലും ഒരു കൊച്ചു പിടിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആളുണ്ടാക്കിയ പൂക്കളാണ്. എല്ലാം നല്ല ഭംഗിയാണ്. കുറേ ആൾക്കാർ കുറേ പേരൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ വെക്കാനും അങ്ങനെയൊക്കെ പോയി. പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്തതുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ക്രിസ്മസിന് സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയാൽ അതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അവിടെ ഇരുന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുറേ നാളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറേ പിക്ചേഴ്സും എല്ലാം ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കൊച്ചു കലാകാരി. അപ്പോൾ ആളും ഞങ്ങളെപ്പോലെ തന്നെയാണെന്ന് പറയാമല്ലേ. ഒരുപാട് പുറത്തോട്ട് പോകുന്ന അവിടെ പിന്നെ തമിഴ് ഏരിയയാണ്. കാരണം കുറേ തമിഴർ താമസിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ. ഇവിടെ കച്ചനാപ്പാറ പോകുന്ന ആ വഴിയാണ്. ഇടുക്കിയിൽ താമസിക്കുന്നവർക്ക് സ്ഥലപ്പേരൊക്കെ കേട്ടാൽ മനസ്സിലാവും. NR സിറ്റി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പം അവിടെ താമസിക്കുന്നതാണ്. അപ്പം ഒരുപാട് പുറത്തോട്ടൊന്നും അധികം പോകുന്ന ആളല്ല. അപ്പോൾ വീട്ടിൽ തന്നെ അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തെല്ലാം ഈ പരിപാടികളാണ് കേട്ടോ. ഓരോന്നൊക്കെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം ആൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്തു. ആളെയും വീഡിയോ എടുക്കാൻ നേടെ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ആളെയും കൂടെ കാണണ്ടേ, കലാകാരിനെയും കൂടെ കാണിച്ചു തരണ്ടേ. പക്ഷേ എന്നാ ചെയ്യാനാണ്, ആൾ